നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എ ടു സെഡ് വരെ എക്സലിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഷോർട്ട് കട്ട് കീസ് ആണ്. അതായത് കൺട്രോൾ കീ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഷോർട്ട് കട്ട് കീസ് ആണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ലെറ്റർ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കൺട്രോൾ എ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സെലക്ട് ഓൾ എന്നുള്ള ഒരു ഓപ്ഷനാണ് കൺട്രോൾ എ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ രണ്ട് ഡാറ്റയിലും അല്ല, പുറത്ത് ഒരു സെല്ലിൽ വെച്ചിട്ട് ജസ്റ്റ് അവിടെ കൊണ്ടുപോയി കഴ്സർ വെച്ചിട്ട് കൺട്രോൾ എ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റയർ ഡാറ്റ കൺട്രോൾ എ യൂസ് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതല്ല, ഇനി എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റ സെറ്റ് മാത്രമേ വേണ്ടുവെങ്കിൽ ഈ ഡാറ്റേൻ്റെ ഉള്ളിൽ വയ്ക്കുക, കഴ്സർ വയ്ക്കുക, ദെൻ കൺട്രോൾ എ പ്രസ് ചെയ്യുക. അപ്പോൾ എനിക്ക് ആ ഒരു ഡാറ്റ മാത്രം സെലക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതല്ല, ഇവിടെയാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക, കൺട്രോൾ എ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൺട്രോൾ എ യൂസ് ചെയ്യുന്നത്. അടുത്തത് കൺട്രോൾ ബി ആണ്. ഞാനിപ്പോൾ ഈ ഒരു സംഭവങ്ങൾ, അതായത് എൻ്റെ ഈ ഡേറ്റ്, നെയിം, ടൈപ്പ്, എമൗണ്ട് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കൺട്രോൾ ബി പ്രസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. കൺട്രോൾ ബി കണ്ട, ബോൾഡാണ്, ബോൾഡാക്കാനാണ് കൺട്രോൾ ബി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൺട്രോൾ എ സെലക്ട് ഓൾ ആണ്, കൺട്രോൾ ബി എന്ന് പറയുന്നത് ബോൾഡ് ആക്കാനാണ്. അടുത്തത് കൺട്രോൾ സി ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. കൺട്രോൾ സി നമ്മൾ യൂസ് ചെയ്യുന്നത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഡാറ്റേൻ്റെ ഉള്ളിൽ വെച്ച് കൺട്രോൾ എ അടിച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ആവും, ദെൻ കൺട്രോൾ സി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കോപ്പി ആയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് പോവാം. കൺട്രോൾ ഡി ആണ്. കൺട്രോൾ ഡി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഈ സെലക്ട് ആയിട്ടുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് കോപ്പി ആയിട്ട് കിടക്കുന്ന ഈ ഒരു പോർഷൻ ഡോട്ടഡ് ലൈനിലാണ് നിങ്ങൾ കാണുന്നത്. അത് പോകണമെങ്കിൽ തന്നെ നമ്മൾ കൺട്രോൾ ഡി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പോകുന്നതായിരിക്കും. അപ്പോൾ കൺട്രോൾ ഡിയുടെ വേറൊരു യൂസ് കൂടി ഞാനിവിടെ പറയാം. അതായത് നമ്മളിവിടെ ജനുവരി എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് വേണ്ടത് ജനുവരി മന്തിലത്തെ സെയിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫുൾ മന്ത് എനിക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ജനുവരി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് വരിക ഇങ്ങനെ ഫെബ്രുവരി, മാർച്ച് എന്നായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് കൺട്രോൾ ഡി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജനുവരി തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഫിൽ ഡൗൺ എന്നുള്ള ഓപ്ഷനാണ് എന്ത് തരുന്നത്? കൺട്രോൾ ഡി തരുന്നത്. അതുകൂടാതെ നമ്മൾ കോപ്പി ചെയ്തത് ആ ഒരു ഡോട്ടഡ് ലൈൻ പോക്കണമെങ്കിലും നമുക്ക് എന്താണ് കൺട്രോൾ ഡി യൂസ് ചെയ്തിട്ട് മാറ്റാവുന്നതാണ്. അടുത്തതായിട്ട് കൺട്രോൾ ഇ ആണ്. കൺട്രോൾ ഇ എന്ന് പറയുന്നത് ഫ്ലാഷ് ഫില്ലിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ടാണ്. നിങ്ങളിങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ജനുവരി, ഫെബ്രുവരി ഇത് കംപ്ലീറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ ഫ്യൂവൽ എന്ന് എഴുതുകയെന്ന് വിചാരിക്കുക. ഫ്യൂവൽ എന്ന് എഴുതിയിട്ടുണ്ടാവുമ്പം എനിക്ക് അടുത്ത ഗ്രോസറീസും ഇതൊക്കെയാണ് വേണ്ടതെങ്കിൽ അടുത്തൊരു ലൈന് കൂടി ഞാൻ ഗ്രോസറീസ് എന്നുകൂടി എഴുതി കൊടുക്കും. ഓക്കെ, അപ്പോൾ കണ്ടോ, ഈ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ വന്നു കഴിഞ്ഞു. എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ഫ്ലാഷ് ഫില്ലിൻ്റെ ബേസിലാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കൺട്രോൾ ഇ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലാഷ് ഫില്ല് ഉടനെ തന്നെ വർക്കാവുന്നതായിരിക്കും. അപ്പോൾ ഫ്ലാഷ് ഫില്ലിനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾ ഇ ആണ്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കൺട്രോൾ എഫ് ആണ്. അത് ഫൈൻഡ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ്. ഞാൻ കാണിച്ചു തരാം. കൺട്രോൾ എഫ് അടിച്ചു. അപ്പോൾ എനിക്കിവിടെ എവിടെയൊക്കെയാണ് ഫ്യൂവൽ ഉള്ളതെന്ന് കാണണമെന്ന് വിചാരിക്കുക. ഫൈൻഡ് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇവിടെ ഫ്യൂവൽ ഉണ്ടെന്ന് വന്നു. ഫൈൻഡ് ഓൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂവൽ ഉള്ള എല്ലാ പ്ലേസും എനിക്കിവിടെ ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. കണ്ടോ, എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ കൺട്രോൾ ജി ആണ്. കൺട്രോൾ ജി ഞാനിവിടെ കാണിച്ചു തരാം. കൺട്രോൾ ജി അടിക്കുമ്പോൾ ഗോ ടു എന്നതിലേക്കാണ് വരുന്നത്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു റെഫറൻസ് നമുക്കിവിടെ യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ എനിക്ക് നമ്മുടെ കേഴ്സർ ഇപ്പോൾ C23 എന്നുള്ള ഈ ഒരു സെല്ലിലാണ് ഉള്ളത്, C23ലാണുള്ളത്. അതല്ല, എനിക്കൊരു D18ലേക്ക് പോകണമെന്ന് വിചാരിക്കാം. D18. അപ്പോൾ ഗോ ടുവിൽ D18 റെഫറൻസ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് D18ലേക്ക് പോവും. ഓക്കെ, അപ്പോൾ അതാണ് ഗോ ടു കൊണ്ടുള്ള യൂസ് എന്ന് പറയുന്നത്. ഇനി കൺട്രോൾ എച്ച് ആണ് ഞാൻ അടുത്ത പറയാൻ പോകുന്നത്. കൺട്രോൾ എച്ച് എന്ന് പറയുന്നത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്, അതായത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ എച്ച് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഫൈൻഡിൽ ഫ്യൂവൽ കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഫ്യൂവൽ ഇരിക്കുന്നത്. അപ്പോൾ ഫ്യൂവലൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് പെൻസിൽസ് വേണമെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാനിവിടെ പെൻസിൽസ് എന്ന് കൊടുക്കുകയാണ്. ഫ്യൂവൽ ഉള്ളിടത്തിലെല്ലാം എനിക്ക് പെൻസിൽസ് ആണ് വേണ്ടത്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഫ്യൂവൽ ഉള്ള സ്ഥലത്ത് കഴ്സർ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ റീപ്ലേസ് അടിക്കാൻ പോവുകയാണ്. റീപ്ലേസ് അടിക്കുമ്പോൾ പെൻസിൽ എന്ന് അവിടത്തേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അടുത്തതിലേക്ക് വന്ന് കിടക്കുന്നുണ്ട് ഫ്യൂവൽ ഉള്ളിടത്ത്. അപ്പോൾ അതും കൂടി ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. പെൻസിൽസ് വന്നു, വീണ്ടും ഫ്യൂവൽ ഉള്ളിടത്തിലേക്ക് പോയി. ഓക്കെ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെയൊക്കെ പെൻസിൽസായി മാറിയത് ഇവിടെ കണ്ടോ, പെൻസിൽസ്. അപ്പോൾ അങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ളതാണ് ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ എച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് കൺട്രോൾ ഐ ആണ്.
ഈ നെയിമൊക്കെ ഉണ്ടല്ലോ, ഈ നെയിമിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സെലക്ട് ചെയ്തിട്ട് എന്താക്കാണ് കൺട്രോൾ ഐ ഒന്ന് പ്രസ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ എന്താണ് ഇതെല്ലാം ഇറ്റാലിക്സിലേക്ക് മാറി അല്ലേ. അത് ഇവിടെയുണ്ട് ഓപ്ഷൻ ഇറ്റാലിക്സിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെയുണ്ട് ഓപ്ഷൻ, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ ഇറ്റാലിക്സിലേക്ക് മാറ്റാനാണ് കൺട്രോൾ ഐ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ലെറ്റർ നമ്മുടെ ജെ ആണ്. ജെ വെച്ചിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് നമുക്ക് കൺട്രോൾ കെ ഉണ്ട്. അത് ഹൈപ്പർ ലിങ്കിനുള്ളതാണ് കൺട്രോൾ കെ എന്ന് പറയുന്നത്. ഞാനിവിടെ കാണിച്ചു തരാം. ഞാനിവിടെ ഒന്ന് കേഴ്സർ വെച്ചിട്ട് കൺട്രോൾ കെ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ അഡ്രസ്സാണ് എനിക്ക് ചോദിക്കുക. ഇത് പലരും ഡൗട്ട് ചോദിച്ചിട്ടുള്ളതാണ്, എങ്ങനെയാണ് ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുക എന്നുള്ളത്. ഞാനിവിടെ ആമസോണിൻ്റെ അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത്. amazon.com ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഓക്കെ അടിക്കാൻ പോവുകയാണ്. അപ്പോൾ കണ്ടോ എൻ്റെ ഈ ഒരു സെല്ലിൽ amazon.com എന്ന് ഹൈപ്പർ ലിങ്കിൽ വന്നു കഴിഞ്ഞു. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പേജിലേക്കാണ് ഇത് പോവുക. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് കൺട്രോൾ എൽ ആണ്. കൺട്രോൾ എൽ എന്ന് പറയുന്നത് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതായത് ഇവിടെ ഈ ഒരു ഡാറ്റയ്ക്ക് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ കൊണ്ടുപോയി ഈ ഒരു സെല്ലിൽ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു സെല്ലിൽ കൊണ്ടുപോയി കഴ്സർ വയ്ക്കുക. ദെൻ കൺട്രോൾ എൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് റേഞ്ച് ഇതാണോ എന്ന് ചോദിക്കും. യെസ് ആണെങ്കിൽ നമ്മൾ ഓക്കെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ആയി. അപ്പോൾ കൺട്രോൾ എൽ ആണ് ടേബിളിന് വേണ്ടിയുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. അടുത്തത് എമ്മിന് ഷോർട്ട് കട്ട് കീസ് ഒന്നും ഇല്ല. അത് കഴിഞ്ഞ് വരുന്നത് കൺട്രോൾ എൻ ആണ്. കൺട്രോൾ എൻ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. കൺട്രോൾ എൻ ഒരു പുതിയ വർക്ക് ബുക്ക് ക്രിയേറ്റ് ആയി. അപ്പോൾ പുതിയ വർക്ക് ബുക്ക് ക്രിയേറ്റ് ആണെങ്കിൽ എന്താണ് കൺട്രോൾ എൻ, ന്യൂ എന്ന് ഓർമ്മിച്ചാൽ മതി. കൺട്രോൾ എൻ. ഓക്കെ, ന്യൂ വർക്ക് ബുക്ക് ക്രിയേറ്റ് ആവും. അടുത്തത് കൺട്രോൾ ഒ ആണ്. കൺട്രോൾ ഒ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓപ്പൺ എന്നുള്ളതിൻ്റെ ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഒ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തത് കൺട്രോൾ പി ആണ്. കൺട്രോൾ പി എന്ന് പറയുന്നത് പ്രിൻറ്റിനുള്ള ഷോർട്ട് കട്ട് കീ ആണ്. എക്സലിലെ പ്രിൻറ്റിനുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇടാം, അത് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് പ്രിൻറ്റിങ്ങിലുണ്ടെങ്കിൽ. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ് കൺട്രോൾ ആർ ആണ്. കൺട്രോൾ ആർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ജനുവരി എന്ന് പറയുന്നത് ഈ സൈഡിലേക്കും വേണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കൺട്രോൾ ആർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ സൈഡിലേക്കും വരുന്നതായിരിക്കും. അപ്പോൾ ഫിൽ റൈറ്റ് ആണ് കൺട്രോൾ ആർ എന്ന് പറയുന്നത്. ഓക്കെ, കൺട്രോൾ ആർ എന്ന് പറയുന്നത് ഫിൽ റൈറ്റ് ആണ്. അടുത്തത് കൺട്രോൾ എസ് ആണ്. അത് എല്ലാവർക്കും അറിയുന്നതാണ്. കൺട്രോൾ എസ് എന്ന് പറയുന്നത് എന്താണ് സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ന്യൂ വർക്ക് ബുക്ക് എടുത്തിട്ട് ഞാൻ സേവ് ചെയ്ത് കാണിച്ചു തരാം. കൺട്രോൾ എസ് അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക. സേവ് ദിസ് ഫയൽ നമുക്ക് റീനെയിം ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എവിടെയാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത്, ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് എന്ത് കൺട്രോൾ എസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കൺട്രോൾ ടി. അഗെയിൻ കൺട്രോൾ ടി എന്ന് പറയുന്നത് എന്താണ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഡാറ്റ സെലക്ട് ചെയ്യുക. അതായത് കൺട്രോൾ എല്ലും കൺട്രോൾ ടിയും എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് കീ ഫോർ ക്രിയേറ്റിംഗ് ടേബിൾ ആണ്. ഓക്കെ, ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ ടിയും എല്ലും. ഇവിടെ കൺട്രോൾ ടി അടിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ചോദിച്ച പോലെ തന്നെ റേഞ്ച് സെലക്ട് ആവും. അത് ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ടേബിൾ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. അടുത്തത് കൺട്രോൾ യു ആണ്. കൺട്രോൾ യു എന്താ ചെയ്യാൻ നമുക്ക് നോക്കാം. ജസ്റ്റ് ഇത്രയൊന്ന് സെലക്ട് ചെയ്യുകയാണ്. ഇനി കൺട്രോൾ യു അടിക്കുകയാണ്. കണ്ടോ, അണ്ടർലൈനിലുള്ള ഓപ്ഷൻ, അണ്ടർലൈൻ കൊടുക്കാനുള്ള ഓപ്ഷനാണ് കൺട്രോൾ യു എന്ന് പറയുന്നത് കൊടുക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് കൺട്രോൾ വി ആണ്. എന്താണ് കൺട്രോൾ വി എന്ന് പറയുന്നത് പേസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. എനിക്കിപ്പോൾ ഈ ഒരു ഡാറ്റ ഞാൻ കൺട്രോൾ എ അടിച്ചിട്ട് സെലക്ട് ചെയ്തു, കൺട്രോൾ സി അടിച്ചിട്ട് അത് കോപ്പി ചെയ്തു. കണ്ടല്ലോ ഡോട്ടഡ് ലൈൻ. അത് ഇവിടെ എനിക്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണമെങ്കിൽ കൺട്രോൾ വി അടിച്ചിട്ട് എനിക്കത് പേസ്റ്റ് ചെയ്യാം. മനസ്സിലായല്ലോ. അതായത് എൻ്റെ ഓൾഡ് ഡാറ്റ പോയിട്ടുണ്ട്, കാരണം അതേ സെയിം സ്ഥലത്താണ് ഞാൻ പേസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. അതുകൊണ്ടാണ് ഇതിവിടെ തന്നെ വന്ന് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കൺട്രോൾ വി കൊണ്ടുള്ള യൂസ് എന്ന് പറയുന്നത്. അടുത്തത് കൺട്രോൾ ഡബ്ല്യു ആണ്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ന്യൂലി ക്രിയേറ്റ് ചെയ്തല്ലോ നേരത്തെ വർക്ക് ബുക്ക്. അപ്പോൾ ഒരു വർക്ക് ബുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇതിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. കൺട്രോൾ ഡബ്ല്യു ആണ് അതിനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. കൺട്രോൾ ഡബ്ല്യു ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർക്ക് ബുക്ക് ക്ലോസ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു ക്രിയേറ്റ് ചെയ്യാൻ കൺട്രോൾ എൻ ആണ്, ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഡബ്ല്യു ആണ്. അടുത്തതെന്ന് പറയുന്നത് കൺട്രോൾ എക്സ് ആണ്. കൺട്രോൾ എക്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജനുവരി എന്നുള്ള ഈ സംഭവം ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കൺട്രോൾ എക്സ് അടിക്കുന്നു, എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനെ വയ്ക്കുകയാണ്. കൺട്രോൾ വി അടിക്കുകയാണ്. കണ്ടോ, ആ പോർഷൻ അവിടെ കട്ടായിട്ട് ഇവിടെ കൊണ്ടുപോയി ഞാനത് പേസ്റ്റ് ചെയ്തു. അപ്പോൾ കൺട്രോൾ എക്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതാണ് കൺട്രോൾ വൈ എന്ന് പറയുന്നത്. കൺട്രോൾ വൈ ഈസ് ഫോർ റീഡു ആൻഡ് കൺട്രോൾ സെഡ് ഫോർ
അൺഡു. അപ്പോൾ ആദ്യം അൺഡു ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ജനുവരി ഫെബ്രുവരി മാർച്ചൊക്കെ ഉണ്ടല്ലോ, ഇത് എനിക്ക് വേണ്ട എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അൺഡു ആണ് ചെയ്യേണ്ടത്. അതിന് കൺട്രോൾ സെഡ് ആണ് പ്രസ് ചെയ്യേണ്ടത്. കൺട്രോൾ സെഡ് പ്രസ് ചെയ്തപ്പോൾ എൻ്റെ പഴയതുപോലെ തന്നെ വന്നു. ഇനി വീണ്ടും എനിക്ക് അതല്ല വേണ്ടത്, ആക്ച്വലി പണ്ട് ചെയ്ത പോലെ തന്നെയാണ് വേണ്ടതെങ്കിൽ കൺട്രോൾ വൈ പ്രസ് ചെയ്താൽ മതി. അത് റീഡു ആണ്. ഓക്കെ, അപ്പോൾ കൺട്രോൾ സെഡ് എന്ന് പറയുന്ന അൺഡുവും കൺട്രോൾ വൈ എന്ന് പറയുന്ന റീഡുവും ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഷോർട്ട് കട്ട് കീസ് ആണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.